ഹായ് ഫ്രണ്ട്സ്, PSC വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 1956 ശേഷമുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാവുകയുള്ളൂ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. കൊക്കക്കോളയുടെ ശീതളപാനീയ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ ബാധിക്കുകയും മലിനീകരണവും രൂക്ഷമായതിനാൽ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച സമരമാണ് പ്ലാച്ചിമട സമരം. എന്താണ് പ്ലാച്ചിമട സമരം? കൊക്കക്കോളയുടെ ശീതളപാനീയ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ ബാധിക്കുകയും മലിനീകരണവും രൂക്ഷമായതിനാൽ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച സമരമാണ് പ്ലാച്ചിമട സമരം. പ്ലാച്ചിമട സമരം നടന്ന വർഷം 2002 ഓർത്തിരിക്കുക. പ്ലാച്ചിമട സമരം നടന്ന വർഷം 2002. കൊക്കക്കോളയുടെ ശീതളപാനീയ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ ബാധിക്കുകയും മലിനീകരണം രൂക്ഷമായതിനാൽ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച സമരമാണ് പ്ലാച്ചിമട സമരം. 2002 പ്ലാച്ചിമട സമരം നടന്ന വർഷം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാച്ചിമട പ്രക്ഷോഭം നടന്ന ജില്ല പാലക്കാട്. പാലക്കാട് പെരുമാട്ടി പഞ്ചായത്താണ് പ്ലാച്ചിമട പ്രക്ഷോഭം നടന്നിട്ടുള്ളത്. ഓക്കെ, പ്ലാച്ചിമട സമരനായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? മൈലമ്മ. മൈലമ്മയാണ് പ്ലാച്ചിമട സമരനായിക എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. പ്ലാച്ചിമട സമരത്തിലൂടെ കമ്പനി അടച്ചുപൂട്ടിയ വർഷം. പ്ലാച്ചിമട സമരത്തിലൂടെ കമ്പനി അടച്ചുപൂട്ടിയ വർഷം 2004. 2004 പ്ലാച്ചിമട സമരത്തിലൂടെ കമ്പനി അടച്ചുപൂട്ടിയ വർഷം. 2002 പ്ലാച്ചിമട സമരം നടന്നിട്ടുള്ളത്. പ്ലാച്ചിമട പ്രക്ഷോഭം നടന്ന ജില്ല പാലക്കാടാണ്. പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പെരുമാട്ടി പഞ്ചായത്താണ്. പ്ലാച്ചിമട സമരനായിക ആരാണ്? മൈലമ്മ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. AK ഗോപാലനാണ് അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. നടന്ന വർഷം 1961. അമരാവതി സത്യാഗ്രഹം നടന്ന വർഷം 1961. അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? AK ഗോപാലനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം ഏതാണ്? ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. എന്താണ് മുത്തങ്ങ സമരം? ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരണയായിരുന്ന ബോട്ട് കൂലി 10 പൈസയായി വർദ്ധിപ്പിച്ച EMS സർക്കാരിന്റെ നടപടിക്കെതിരെ നടന്ന സമരമാണ് ഒരണ സമരം. എന്താണ് ഒരണ സമരം? ഒരണയായിരുന്ന ബോട്ട് കൂലി 10 പൈസയായി വർദ്ധിപ്പിച്ച EMS സർക്കാരിന്റെ നടപടിക്കെതിരെ നടന്ന സമരമാണ് ഒരണ സമരം. നടന്ന വർഷം 1958. ഒരണ സമരം നടന്ന വർഷം 1958. ഒരണ സമരം നടന്ന ജില്ല ആലപ്പുഴ ജില്ല. ഏത് ജില്ലയിലാണ് ഒരണ സമരം നടന്നിട്ടുള്ളത്? ആലപ്പുഴ ജില്ലയിലാണ് നടന്നിട്ടുള്ള വർഷം ഓർത്തിരിക്കുക. 1958. എന്താണ് ഒരണ സമരം? ഒരണയായിരുന്ന ബോട്ട് കൂലി 10 പൈസയായി വർദ്ധിപ്പിച്ച EMS സർക്കാരിൻ്റെ നടപടിക്കെതിരെ നടന്നിട്ടുള്ള സമരമാണ്. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ. ഒരണ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് വയലാർ രവി, AK ആൻ്റണി. വയലാർ രവി, AK ആൻ്റണി എന്നിവരാണ് ഒരണ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ. ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ KSU ആണ്. ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? KSU ആണ്. ഓക്കെ, സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരാണ്? വയലാർ രവി, AK ആൻ്റണി എന്നിവരാണ്. ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന ഏതാണ്? KSU ആണ്. ഒരണ സമരം നടന്ന വർഷം 1958. ഏത് ജില്ലയിലാണ് ഒരണ സമരം നടന്നിട്ടുള്ളത്? ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം. ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം. ചെങ്ങറ ഭൂസമരം നടന്ന വർഷം 2007 ഓഗസ്റ്റ് 4. 2007 ഓഗസ്റ്റ് 4 ചെങ്ങറ ഭൂസമരം നടന്ന വർഷം. ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം. സമരം നടന്ന ജില്ല പത്തനംതിട്ട. സമരം നടന്ന ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. ഓക്കെ, പ്രധാന നേതാവ് ആരാണ്? ലാഹ ഗോപാലൻ. ചെങ്ങറ ഭൂസമരത്തിന്റെ പ്രധാന നേതാവാണ് ലാഹ ഗോപാലൻ.
ഓർത്തിരിക്കുക. എന്താണ് ചെങ്ങറ ഭൂസമരം? ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം. ചെങ്ങറ ഭൂസമരം നടന്ന വർഷം 2007 ഓഗസ്റ്റ് 4-നാണ്. സമരം നടന്ന ജില്ല പത്തനംതിട്ട. ചെങ്ങറ ഭൂസമരത്തിന്റെ പ്രധാന നേതാവാരാണ്? ലാഹ ഗോപാലനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ്? കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. എന്താണ് ചാലിയാർ പ്രക്ഷോഭം? കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. അടുത്ത ക്വസ്റ്റ്യൻ. മാവൂരിലെ ഗോളിയോ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനീകരണമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരമാണ് ചാലിയാർ പ്രക്ഷോഭം. മാവൂരിലെ ഗോളിയോ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരമാണ് ചാലിയാർ പ്രക്ഷോഭം. ഓർത്തിരിക്കുക. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ ചാലിയാർ പ്രക്ഷോഭമാണ്. മാവൂരിലെ ഗോളിയോ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരം ഏതാണ് എന്ന് ചോദിച്ചാലും ഏതു തന്നെയാണ്? ചാലിയാർ പ്രക്ഷോഭം തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ.എ. റഹ്മാൻ. കെ.എ. റഹ്മാനാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോട്. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോടാണ്. മാവൂർ പ്രക്ഷോഭം എന്ന പേരിലും അറിയപ്പെടുന്ന പ്രക്ഷോഭം ഏതാണ്? ചാലിയാർ പ്രക്ഷോഭമാണ്. മാവൂർ പ്രക്ഷോഭം എന്ന പേരിലും അറിയപ്പെടുന്ന പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. മാവൂരിലെ ഗോളിയോ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ചാലിയാർ പ്രക്ഷോഭമാണ്. ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ.എ. റഹ്മാൻ. പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോടാണ്. മാവൂർ പ്രക്ഷോഭം എന്ന പേരിലും ചാലിയാർ പ്രക്ഷോഭം അറിയപ്പെടുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.